ആഹാ, എന്ത് നല്ല കുട്ടിയല്ലേ. മാധ്യമപ്രവർത്തകർ അവാർഡ് കൊടുക്കാൻ വിളിച്ച് നിർത്തിയ പോലെയാണല്ലേ കുട്ടി നിൽക്കുന്നത്. ഇവളുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് അറിയൂ. ഹലോ ദോസ്തോ, നമസ്കാരം. നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു കുട്ടി അവാർഡൊക്കെ മേടിക്കാൻ വേണ്ടി ചിരിച്ച് കളിച്ച് മാധ്യമപ്രവർത്തകർ മുമ്പിൽ നിൽക്കുന്നു അല്ലേ. എന്നാ വിചാരിക്കുക, ആക്ച്വലി കൂട്ടുകാരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭിന്നശേഷി യുവാവിനെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു കയറി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ച് അത് ചെയ്യാത്ത ഒരു ഭിന്നശേഷിക്കാരനെ അടിച്ച് മർദ്ദിച്ച് അവശനാക്കിയ ഒരു ഭീകരത്തെയാണ് ഈ അവാർഡ് മേടിച്ചിട്ട് മാധ്യമപ്രവർത്തകർ മുമ്പിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവൾക്കറിയാം താനൊരു സ്ത്രീയാണ്, എത്രയൊക്കെ പോയി കഴിഞ്ഞാലും കേരള നിയമം വെച്ചിട്ട് സ്ത്രീകൾക്ക് അത്രേ കിട്ടുമെന്നുള്ളൊരു ചിന്തയുണ്ട്. നമ്മൾ മോന്ത നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആക്ച്വലി ഒരു സ്വിഗ്ഗിക്കാരൻ കമ്പനി ആവുന്നു, കുറേ ചാറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം നേരിട്ട് കാണാൻ പുറത്തു പോകാമെന്ന് പറയുന്നു. പുള്ളി പറഞ്ഞ് വൈപ്പിലോട്ട് വന്നു. പെട്ടെന്ന് പെണ്ണ് പറഞ്ഞ് പറ്റുന്നില്ല, ഫ്ലാറ്റിലോട്ട് വന്നു. അങ്ങനെ മനസ്സിലാവും ഫ്ലാറ്റിലോട്ട് വരുന്നു. ഫ്ലാറ്റിലോട്ട് ചെന്ന് നോക്കുമ്പോൾ ഈ പെണ്ണിൻ്റെ കാമുകനും വേറെ 2 സുഹൃത്തുക്കളും. ഒരു പിടിക്ക് 2 പക്ഷി. പെട്ടെന്ന് ആ പെണ്ണ് ഇവരോട് അല്ലെങ്കിൽ കാമുകനും കൂടെ പറയുവാണ് ഇവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ. പൊതുവെ അതെങ്ങനെ അത്രയും പേര് നിൽക്കുമ്പോൾ എന്നായിരിക്കും അവൻ ചിന്തിച്ചിട്ടുണ്ടാവുക. അതിന് ചെയ്യാത്ത പക്ഷം നേരെ ടോർച്ചൊക്കെ അടിച്ച് മർദ്ദിച്ചിട്ട് ആ മിണ്ടാ പ്രാണിയുടെ വാരയിൽ വരെ തല്ലി ഓടിച്ച ടീംസാണ് ഈ നിൽക്കുന്ന പെണ്ണും. എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് വന്ന് കൊണ്ട് നിൽക്കുമ്പോഴാണ് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ച് കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്താ അല്ലേ ഓരോ ഫാൻറ്റസികളെ. എന്ന് വെച്ചാൽ ഹണി ട്രാപ്പോ എന്തോ ആണ്. ആദ്യമായിട്ട് മാധ്യമപ്രവർത്തകരോട് റെസ്പെക്റ്റ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണുങ്ങൾ അറിയാണ്ട് എന്തും ചെയ്താൽ സ്പോട്ടിൽ അവരുടെ വീടും ചരിത്രവും അഡ്രസ്സ് അടക്കം പത്രത്തിൽ കൊടുക്കും. പൊതുവെ പെണ്ണുങ്ങളെ കൊടുക്കാറില്ല. പക്ഷേ ഈ ഒരു പ്രാവശ്യം കറക്റ്റ് കൊടുത്തു. എന്തുകൊണ്ടും അവരുടെ ചിരിയും കളിയും കണ്ടുകൊണ്ടായിരിക്കും അവർ കൊടുത്തത്. എന്തായാലും കൊടുത്തല്ലോ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നന്നായി വരട്ടെ. കടവന്ത്രയിൽ ഭിന്നശേഷിക്കാരനെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചു.